ഫ്രാൻസിസ് പാപ്പ ലോകസമാധാനത്തിന്റെ കാവലാൾ. ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പ സഭാ നേതൃത്വത്തിലേക്ക് വന്ന നാൾ മുതൽ ലോകസമാധാനത്തിനു വേണ്ടി യത്നിച്ചിട്ടുണ്ട് എന്ന് നിസ്തർക്കം പറയുവാൻ കഴിയും. 2013 പേപ്പസി ആരംഭിച്ചതു മുതൽ ഫ്രാൻസിസ് പാപ്പ സമാധാനം, നീതി, മാനുഷിക സാഹോദര്യം എന്നിവയ്ക്കായി വാദിക്കുന്ന ഒരു നിർണായക ആഗോള ധാർമ്മിക ശബ്ദമായി ഉയർന്നു വന്നിട്ടുണ്ട്. സഭയുടെ സാമൂഹിക പ്രബോധനത്തിൽ വേരൂന്നിയതും അദ്ദേഹത്തിൻ്റെ മജിസ്റ്റീരിയൽ രചനകളിൽ പ്രകടമാക്കപ്പെട്ടതുമായ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ആത്മീയ, സാമൂഹിക, പാരിസ്ഥിതിക മാനങ്ങളെ സംയോജിപ്പിക്കുന്ന ലോകസമാധാനത്തിൻ്റെ സമഗ്രമായ ഒരു കാഴ്ചപ്പാട് നൽകുന്നു. തൻ്റെ തനത് നേതൃത്വ ശൈലിയും നയതന്ത്ര പാടവവും വ്യക്തിപരമായ ജീവിത രീതികളും ഇതിന് മുതൽക്കൂട്ടാണ്. തൻ്റെ സ്ഥാനാരോഹണം മുതൽ ഇത് ശ്രദ്ധേയമാണ്. ശാന്തിദൂതനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പേര് സ്വീകരിക്കുന്നതിലൂടെ തൻ്റെ ലോകസമാധാനത്തിനു വേണ്ടിയുള്ള സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചു. അദ്ദേഹം ലോകസമാധാനത്തിനു വേണ്ടി നൽകിയ നിസ്തുല സംഭാവനകളുടെ സംഗ്രഹമാണ് ഇവിടെ കുറിക്കുന്നത്. നയതന്ത്ര ഇടപെടലുകളും മധ്യസ്ഥതയും. സംഘർഷത്തിലായ രാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാന മാധ്യസ്ഥം വഹിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ധാർമ്മികവും നയതന്ത്രപരവുമായ അധികാരം ഫ്രാൻസിസ് പാപ്പ സജീവമായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 2014 അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള 50 വർഷത്തിലേറെയായ ശത്രുതയ്ക്ക് വിരാമമിട്ടത് അദ്ദേഹത്തിൻ്റെ നയതന്ത്ര ഇടപെടലിൻ്റെ ഒരു മൂർത്തമായ ഉദാഹരണമായി നിലകൊള്ളുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കത്തുകളും വത്തിക്കാൻ ആതിഥേയത്വം വഹിച്ച ചർച്ചകളും പതിറ്റാണ്ടുകളായുള്ള ശത്രുതയ്ക്ക് ശേഷം ചരിത്രപരമായ ഒരു മാറ്റത്തിന് സഹായിച്ചു. തുടർന്ന് 2014 ഡിസംബർ 17 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ബറാക് ഒബാമയും ക്യൂബൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയും തങ്ങൾക്കിടയിൽ നയതന്ത്ര ബന്ധങ്ങൾ സാധാരണ നിലയിൽ ആക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി പ്രഖ്യാപിച്ചു. കൂടാതെ സിറിയയിലെയും ദക്ഷിണ സുഡാനിലെയും ആഭ്യന്തര യുദ്ധങ്ങളും യുക്രൈനിൽ തുടരുന്ന യുദ്ധവും ഉൾപ്പെടെയുള്ള ആഗോള സംഘർഷങ്ങൾക്ക് സമാധാനപരമായ പരിഹാരങ്ങൾക്കായി അദ്ദേഹം തുടർച്ചയായി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനമായ ഫ്രatelli tutti സമാധാനപരമായ നയതന്ത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നു. ചർച്ച, മധ്യസ്ഥത, മാധ്യസ്ഥം എന്നിവ നീതിയുടെയും സമാധാനത്തിൻ്റെയും അത്യാവശ്യമായ ഉപകരണങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു. ഈ വാക്കുകൾ ലോക നേതാക്കളോടുള്ള ആഹ്വാനം മാത്രമല്ല, സ്വന്തം സമൂഹങ്ങളിൽ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളാകാൻ എല്ലാ ജനങ്ങളോടുമുള്ള വിശാലമായ ക്ഷണവും ആഹ്വാനവുമാണ്. മതങ്ങൾ തമ്മിലുള്ള സംവാദവും മാനുഷിക സഹോദര്യത്തിൻ്റെ പ്രോത്സാഹനവും. എല്ലാ വർഷവും ജനുവരി 1 ലോക സമാധാന ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സന്ദേശം പുറപ്പെടുവിക്കാറുണ്ട്. പലപ്പോഴും മനുഷ്യത്വ മഹത്വം, അഹിംസ, നീതി, പ്രകൃതി സംരക്ഷണം എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ പേപ്പസിയുടെ ഒരു സവിശേഷത അദ്ദേഹത്തിൻ്റെ മതങ്ങൾ തമ്മിലുള്ള സംവാദത്തോടുള്ള പ്രതിബദ്ധതയാണ്. അത് ആഗോള സമാധാനത്തിന് അത്യാവശ്യമാണെന്ന് അദ്ദേഹം കരുതുന്നു. 2019 ഗ്രാൻഡ് ഇമാം അഹമ്മദ് അൽ തയ്യിബുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച മനുഷ്യ സഹോദര്യത്തെക്കുറിച്ചുള്ള പ്രമാണത്തിൽ കലാശിച്ചു. ഇത് മതങ്ങൾക്കിടയിൽ സമാധാനം, സഹവർത്തിത്വം, പരസ്പര ബഹുമാനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നൂതനമായ പ്രഖ്യാപനമാണ്. എവാഞ്ചലി ഗൗഡിയം എന്ന ലേഖനത്തിൽ ഫ്രാൻസിസ് ഇപ്രകാരം സ്ഥിരീകരിക്കുന്നു: സത്യത്തിലും സ്നേഹത്തിലുമുള്ള തുറന്ന മനോഭാവം ക്രിസ്തീയേതര മതങ്ങളുടെ അനുയായികളുമായുള്ള സംവാദത്തെ സവിശേഷമാക്കണം. സമാധാനം കേവലം ഉടമ്പടികളിലല്ല, മറിച്ച് സാംസ്കാരികവും മതപരവുമായ അതിർവരമ്പുകളിലൂടെയുള്ള യഥാർത്ഥ ബന്ധങ്ങളിലാണ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിനെ ഈ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നു. സാമൂഹിക നീതിയും
ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും മുൻഗണനാപരമായ തിരഞ്ഞെടുപ്പും. ഫ്രാൻസിസ് പാപ്പ സമാധാനത്തെ സാമൂഹിക നീതിയുമായി ബന്ധപ്പെടുത്തുന്നു. അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവകാശങ്ങൾക്കായി തുടർച്ചയായി വാദിക്കുന്നു. നീതിയും ഉൾപ്പെടുത്തലും ഇല്ലാതെ യഥാർത്ഥ സമാധാനം നിലനിൽക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഫ്രാൻസിസ് പാപ്പ സമാധാനം സാമ്പത്തിക നീതിയുമായും ബന്ധപ്പെടുത്തുന്നു. എവാഞ്ചലിയും ഗൗദിയത്തിൽ അദ്ദേഹം ദരിദ്രരെ അവഗണിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥകളെ വിമർശിക്കുന്നു. അസമത്വം സാമൂഹിക അസ്വസ്ഥതയുടെയും അക്രമത്തിൻ്റെയും മൂലകാരണമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, സമൂഹത്തിലെ സമാധാനം കേവല സമാധാനമായോ അക്രമമില്ലായ്മയായോ ആയി മനസ്സിലാക്കാൻ കഴിയില്ല. സമൂഹത്തിലും ജനങ്ങൾക്കിടയിലും ഒഴിവാക്കലും അസമത്വവും തിരിച്ചറിയാത്തിടത്തോളം കാലം അക്രമം ഇല്ലാതാക്കുക അസാധ്യമായിരിക്കും. ഒരു കൂടിക്കാഴ്ചയുടെ സംസ്കാരത്തിനും ദുർബലരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഉൾക്കൊള്ളുന്ന ഘടനകൾക്കും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. പാരിസ്ഥിതിശാസ്ത്രവും സൃഷ്ടിയുടെ സമാധാനവും. സമാധാന സംവാദത്തിലേക്കുള്ള അനന്യവും സംയോജിതവുമായ സംഭാവനയായ ലൗദാത്തോ സിയിൽ പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തെ സമാധാന നിർമ്മാണവുമായി ബന്ധിപ്പിക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ. പരിസ്ഥിതിയുടെ നാശം സൃഷ്ടിയെ ഹനിക്കുന്നതോടൊപ്പം പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും ദരിദ്രരും ദുർബലരുമായ ജനസമൂഹങ്ങളെ ബാധിച്ച് അത് സംഘർഷത്തിലേക്ക് നയിക്കുന്നുവെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഭൂമിയുടെ നിലവിളിയും ദരിദ്രരുടെ നിലവിളിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് പരിസ്ഥിതി ആശങ്കയും സമാധാന നിർമ്മാണവും സംയോജിപ്പിക്കുന്ന ഒരു നൂതന സമ്പ്രദായം ഫ്രാൻസിസ് അവതരിപ്പിക്കുന്നു. സമാധാനം, നീതി, സൃഷ്ടിയുടെ സംരക്ഷണം എന്നിവ തികച്ചും പരസ്പര ബന്ധിതമായ 3 വിഷയങ്ങളാണ്. പാരിസ്ഥിതിക അധഃപതനം ദരിദ്രരെ അമിതമായി ബാധിക്കുകയും വിഭവങ്ങൾക്കായുള്ള സംഘർഷത്തിന് കാരണമാവുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം വാദിക്കുന്നു. അതിനാൽ പാരിസ്ഥിതിക പരിവർത്തനം ഏതൊരു സ്ഥായിയായ സമാധാന ശ്രമത്തിൻ്റെയും അവിഭാജ്യ ഘടകമാണ്. യുദ്ധത്തെയും ആണവായുധങ്ങളെയും കുറിച്ചുള്ള നിലപാട്. ഫ്രത്തെല്ലി തൂത്തി എന്ന ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ തുടർച്ചയായി യുദ്ധത്തെയും അക്രമത്തെയും അപലപിച്ചിട്ടുണ്ട്. യുദ്ധത്തെ ഭ്രാന്തി എന്ന് വിശേഷിപ്പിക്കുകയും ആണവായുധങ്ങളുടെ നിർമ്മാർജ്ജനത്തിനായി ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2019 അദ്ദേഹം ഹിരോഷിമയും നാഗസാക്കിയും സന്ദർശിച്ച് ആണവായുധങ്ങളുടെ അധാർമികതയെക്കുറിച്ചുള്ള തൻ്റെ സന്ദേശം ശക്തിപ്പെടുത്തി. യുക്രൈനിലെ തുടരുന്ന സംഘർഷത്തിന് മറുപടിയായി ഫ്രാൻസിസ് പാപ്പ സമാധാനത്തിനും സംവാദത്തിനുമുള്ള തൻ്റെ ആഹ്വാനങ്ങൾ നിലനിർത്തി. 2022 അദ്ദേഹം റഷ്യയെയും യുക്രൈനെയും മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയത്തിന് സമർപ്പിച്ചു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രതീകാത്മക പ്രവൃത്തിയായിരുന്നു ഇത്. 2023 ഒക്ടോബറിൽ തീവ്രമായ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടെ ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയുടെ ശക്തമായ വിമർശകനായി ഫ്രാൻസിസ് പാപ്പ മുന്നോട്ട് വന്നു. അദ്ദേഹം ഇസ്രായേലിൻ്റെ സൈനിക നടപടികളെ ഭീകരത എന്ന് വിശേഷിപ്പിച്ച് അപലപിക്കുകയും അടിയന്തിരമായി വെടിനിർത്തൽ, തടവുകാരുടെ മോചനം, സാധാരണക്കാർക്ക് മാനുഷിക സഹായം എത്തിക്കൽ എന്നിവയ്ക്കായി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തൻ്റെ മരണത്തിന് അല്പം മുമ്പ് നടത്തിയ അവസാന ഈസ്റ്റർ പ്രസംഗത്തിൽ അദ്ദേഹം ഈ അഭ്യർത്ഥനകൾ ആവർത്തിക്കുകയും ഗാസയിലെ ജനങ്ങൾ നേരിടുന്ന ഗുരുതരമായ സാഹചര്യം എടുത്തു പറയുകയും ചെയ്തു. മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ മോശമായ അവസ്ഥയിലാണ് ഓരോ യുദ്ധവായുവും ലോകത്തെ തള്ളിവിടുന്നത്. യുദ്ധം രാഷ്ട്രത്തിൻ്റെയും മാനവികതയുടെയും പരാജയമാണ്. ലജ്ജാകരമായൊരു കീഴടങ്ങളിലും തിന്മയുടെ മുൻപിലുള്ള ദയനീയമായ പരാജയവുമാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. യുദ്ധത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ അപലപനം സുവിശേഷത്തിൽ വേരൂന്നിയ സമാധാനത്തോടുള്ള സഭയുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്ന ഒന്നാണ്. ഉപസംഹാരം. വിഭജനവും അക്രമവും പരിസ്ഥിതി നശീകരണവും അടയാളപ്പെടുത്തിയ ഒരു ലോകത്ത് ഫ്രാൻസിസ് പാപ്പ ഒരു ധാർമ്മിക പ്രകാശ ഗോപുരവും
യഥാർത്ഥ സമാധാനത്തിൻ്റെ ദൂതനും ആയി നിലകൊള്ളുന്നു. തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഓരോ മനുഷ്യൻ്റെയും അന്തസ്സിനോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയിലൂടെയും അദ്ദേഹം ആത്മീയവും മാനുഷികവുമായ നിലയിൽ ആഗോള നേതൃത്വം പുനർനിർവചിച്ചിരിക്കുന്നു. സമാധാനത്തെ ഒരു വിദൂര സ്വപ്നമായി അംഗീകരിക്കാനല്ല, മറിച്ച് അതിന് ഒരു വർത്തമാന യാഥാർത്ഥ്യമായി ജീവിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതവും ശുശ്രൂഷയും ലോകത്തെ വിളിക്കുന്നു. ഒരു മത നേതാവെന്ന നിലയിലും ഒരു സമാധാന നിർമ്മാതാവെന്ന നിലയിലും പാപ്പ ഫ്രാൻസിസ് ക്രിസ്തുവിൻ്റെ അഷ്ടഭാഗ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. സമാധാനം സ്ഥാപിക്കുന്നവൻ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും.